الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين أصلي وأسلم على أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين أما بعد فاتقوا الله عباد الله. പിറുസത്തെ ഹിരിയങ്ങളെ, ನಾನು ಅಲ್ಲಾಹುರ ಮಾರ್ಗത്തിൽ പിറുസാകൃതായ സഹോദര സഹോദരിമാരെ, അല്ലാഹുവിന്റെ മഹത്തായ തൗഫീഖ് കൊണ്ടു ಇಂದು ಸುಬೈಗೆ 9 ಗಂಟೆಗೆ ಸ್ಟಾರ್ಟ್ ಆയ ഞങ്ങളെ മക്കളെ പ്രോഗ്രാം 5 ಗಂಟೆಗೆ ಎಂಡಾಯ್ತು. ಅದರ പിന്നെ ഫാമിലി കോൺഫറൻസ് ആയിട്ടിക്കറ് ഈ ഹാളിൽ നടന്നുകൊണ്ടുള്ളത്. അങ്ങനെ അബ്ബ നല്ല ഒരു സ്വാലിഹായ മനുഷ്യായി തിന്ത് ചൊല്ലുற വിഷയത്തിലായിട്ടിക്കറ് ഒരു തെല്ല് ടൈമു നിങ്ങളൊട്ടിಗೆ പൽക്ക ಬರೆಯೋಗುള്ളത്. ഇന്നത്തെ ഒരു അനുഭവ അതിൽ നിന്നേറ്റിക്കറ് ഇൻഷാ അല്ലാ ನನ್ನ ഒരു പൽക്കത്തെ ನಾನು ಸ್ಟಾರ್ಟ್ ആക്കുന്നത്. ಇಂದು ಮಕ್ಕಳ ಪ್ರೋಗ್ರಾಮ್ಲು ಅಂಕೆ ಕ್ವಶನ್ ಕೇಕುಗುಲ್ಲಿ ಅವಸರ ಇಂತು അതിൽ എഴുതി വന്ന പോലത്തെ ക്വസ്റ്റനെല്ലാം ചോദ്യമെല്ലാം അത് പലരും ഇങ്ങനെ ഉള്ള ഒരു സഭയിൽ ഓതുற പോലത്തേതല്ല. അങ്ങ് എഴുതിയതായ ഫീഡ്ബാക്ക് എല്ലാം ഓതായില്ലെങ്കിലും ചിലതെല്ലാം ഓതി തെറ്റിക്കര് വന്നത്. അങ്ങ് ഉള്ളതായ അല്ലെങ്കിൽ അങ്ങ് ആക്കിക്കൊണ്ടുള്ളതായ തപ്പുരെ ദോഷത്തിൽ നിന്ന് അതെല്ലാം വിട്ടുത്തു പറഞ്ഞു ചൊന്നത്തു ആഗ്രഹിക്കാത്തതായിട്ട് ആ എഴുതിയതിൽ ആരും ഇല്ല. ഇവിടെ വെച്ച് നിങ്ങളൊട്ടിಗೆ മക്കളെ വിഷയത്തിൽ നിങ്ങൾ തെല്ല് ചൊല്ലറുന്തു ചൊന്നെങ്കിൽ ಯಾರ ತನಕങ്ങളെ ಕಂಪ್ಲೇಂಟ್ ಮಾತ್ರ ಇಟ್ಟಿಕ್ಕು ಚೊಲ್ಲಗುಲ್ಲದು. അങ്ങനെ കൊണ്ടു സമാധാന ഇല്ല, അല്ലെങ്കിൽ ഭാര്യ പേടിയിലെത്തിക്കുന്ന വിഷയത്തിൽ അവളെ വിഷയത്തിൽ ನಾನು ഉള്ളത് നന്റെ ഇസ്സത്തിനെ അവളു എടുത്തിട്ട് കലിയുവാള ഇങ്ങനെ ചൊല്ലുற പേടിയിലെത്തിക്കര് ഇണ്ടത്തെ അബ്ബമ്മമാർ ഉള്ളത്. എല്ലാവരും പ്രോബ്ലംസ് മാത്ര അല്ലെങ്കിൽ എന്തൊരു ತೊಂದರೆ ഉണ്ട് അത് മാത്രം എത്തിക്കര് പൽക്ക പറഞ്ഞുകൊണ്ടുള്ളത്. ഇതുകൊല്ലേ സൊല്യൂഷൻ ಪರಿಹಾರ ಆರು ಕಂಡೆತ್ತೋಣ ಎಂದೈತಿಕ್ಕರು. ಇದುಗುಲ್ಲೇ ಪರಿಹಾರ ಎಂದರೆ ഞങ്ങളെ മക്കളെ നല്ല രീതിയിൽ സ്വാലിഹീങ് ആയിട്ട് നല്ല ഉത്തമ സംസ്കാരവും സ്വഭാവവും ഉള്ളനായിട്ട് ചേഞ്ച് ആക്കി എടുക്കുള്ള പരിഹാര ಎಂದರೆ ഈ സൊല്യൂഷൻ ಐತಿಕ್ಕರೆ ഞങ്ങൾ കണ്ടെത്തനായത്. ഇതുಗುಲ್ಲೇ ഉത്തര ಐತಿಕ್ಕರೆ കണ്ടെത്തനായത്. എല്ലാ വെള്ളിയാഴ്ച ഓതുറുതായ സൂറത്തുൽ കഹഫ് അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിളർ അലൈഹിസ്സലാത്തു വസ്സലാമും മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമുമായി ബന്ധമുള്ള ചില വിഷയമെല്ലാം ഞങ്ങൾക്കതിൽ പഠിപ്പാട്ടി തണ്ട. അതിൽ ഒരു സംഭവ ഒരു റായത്തിൽ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഖിളർ അലൈഹിസ്സലാത്തു വസ്സലാമും എത്തിപ്പെട്ടിട്ട് അവിടെ ഭൂലോകിന്നതായ മതിൽറെ അത് പുനർനിർമ്മാണാക്കി കൊടുക്കും. അതിന് മുന്നോളു ആ റായത്തങ്ങളൊട്ടിಗೆ ഫുഡ് കേട്ടപ്പോ അങ്ങക്ക് ജണ്ടാൾക്ക് ഫുഡ് കൊടുക്കൂ അല്ലെങ്കിൽ അതിഥി സത്കാരത്തിക്ക് അങ്ങ സമ്മതിച്ചില്ല. അയങ്ങ ആ റായത്തില് ഭൂലോകിന്നതായ മതിൽറെ ഖിളർ അലൈഹിസ്സലാത്തു വസ്സലാം സമാക്കി കൊടുക്കും. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം കേക്കര് എന്ത് കൈത്തിക്കര് നീ സമാക്കി കൊടുത്തതിന്റെ പേരിലായെങ്കും അങ്ങനെ എന്തെങ്കിലും പ്രതിഫല അല്ലെങ്കിൽ ഫുഡ് എന്തെങ്കിലും ഞങ്ങൾക്ക് കേൾക്കാത്തല്ലേ.
அப்போ ஹிலர் அலைஹிஸ்ஸலாத்து வஸ்ஸலாம் சொல்றது, வ அம்மல் ஜிதாரு ஃபகான லிகுலாமைனி யதீமைனி ஃபில் மதீனதி வ கான தஹ்தஹு கன்ஸுல் லஹுமா. ആ പട്ടണത്തിൽ ഇന്നതായ ആ മതിൽ ചൊന്നത് ಅದರ ಅಡಿയിൽ ഒരു കൻസ് ഉണ്ട്, ഒരു നിധി ഉണ്ട്. ആ നിധി ആരതെന്ന് കേട്ടെങ്കിൽ ജണ്ട് യതീമായ മക്കളുടെ എത്തിക്കര് മാത്രമാ ആ അബ്ബര സ്വഭാവത്ത് ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്നത്, വകാന അബൂഹുമാ സ്വാലിഹ. അങ്ങനെ ജണ്ടാലും അബ്ബ ഒരു സ്വാലിഹായ ഒരു മനുഷ്യത്തിന്ത്. പിർസത്തെ ഉമ്മമാരെ, പിർസത്തെ അബ്ബമാരെ, അല്ലാഹുരെ ഈ പൽക്കത്തെ ഞങ്ങൾ അണ്ടർലൈൻ ഇട്ടിട്ട് ഞങ്ങളെ മനസ്സിൽ എഴുതി വയ്ക്കണായ ഒരു പൽക്കൈത്തിക്കർ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പാട്ടി തന്നത്. എന്നിട്ട് അല്ലാഹു ചൊന്നത്, വകാന അബൂഹുമാ സ്വാലിഹ. ആ ജണ്ട് യതീമായ മക്കൾ അബ്ബ ഒരു സ്വാലിഹായ മനുഷ്യത്തിന്ത്. ഈ ആയത്തെ വിശദീകരിച്ചിട്ട് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല എന്ന് ചൊല്ലുന്നത്, ഖാല ഹുഫിള ബിസ്വലായി അബീഹിമാ. ആ നിധി അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ചത്, പ്രൊട്ടക്റ്റ് ആക്കിയത് അങ്ങനെ അബ്ബ സ്വാലിഹായത് കൊണ്ട് തെറ്റിക്കര്. വമാ ദുകിറഹുമാ സ്വലാഹുൻ. അല്ലാഹു എന്ത് ചൊന്നില്ല, യതീമായ ജണ്ട് മക്ക സ്വാലിഹായി തിന്ത് അല്ലാഹു ചൊന്നത്. ബദലായിട്ട് അല്ലാഹു ചൊന്നത്, വകാന അബൂഹുമാ സ്വാലിഹ. അങ്ങനെ അബ്ബ സ്വാലിഹായി തിന്ത് ചൊന്നതായിത്തിക്കര്. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തെ വിശദീകരിച്ചിട്ട് ചൊല്ലുന്നത്, ഫഫീഹിമാ യദുല്ലുൻ അലാ അന്നല്ലാഹ തആല യഹ്ഫളു സ്വാലിഹ ഫി നഫ്സിഹി വഫി വലദിഹി വഇൻ ബഅദു അൻഹു. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തെ വിശദീകരിച്ച് ചൊല്ലുന്നത്, ഈ ആയത്തിൽ പ്രൂഫ് ഉണ്ട്. കാരണം യതീമായ മക്കളെ നിധി സംരക്ഷിക്കപ്പെട്ടത് കാരണമായിട്ട് അല്ലാഹു ചൊന്നത്, വകാന അബൂഹുമാ സ്വാലിഹ. അങ്ങനെ അപ്പ സ്വാലിഹായി തിന്ത് ചൊന്നു തൈത്തിക്കര്. അതുകൊണ്ട് ഒരു മനുഷ്യ സ്വാലിഹായെങ്കിൽ അവന്റെ നഫ്സിൽ അല്ലാഹു സംരക്ഷിക്കുക. അത് മാത്രമല്ല, വഫി വലദിഹി, അവന്റെ മക്കളെ അല്ലാഹു സംരക്ഷിക്കുക. വഇൻ ബഅദു അൻഹു, ചിലപ്പോ മക്കളെ മക്ക അങ്ങനെ ചല്ലിരെ പിന്നെ ഉള്ളത് ഏതെങ്കിലും ഒരാളെത്തിക്കൂ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കരുത് ചൊന്നത്. നോക്കൊരു സഹോദരന്മാരെ, ഉമ്മമാരെ, അബ്ബമാരെ, ഞങ്ങൾ ഓരോരുത്തരും ആലോചനാക്കണായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്നത്, അങ്ങനെ പേരൻസ് അങ്ങനെ സ്വാലിഹായി തിന്നാറ് ചൊന്നതെത്തിക്കര്. പലപ്പോഴും ഞങ്ങൾ അബ്ബമാറും ഉമ്മമാറും ചൊല്ലുന്നത്, നാണേതായി ഇങ്ങനായി പോയല്ലേ, നന്റെ മക്കായും നല്ല ഒട്ട് ചൊന്നതെത്തിക്കര്. നക്കേതും ജമാഅത്തായിട്ട് പള്ളിക്ക് നിസ്കരിക്കുകയാവില്ല, നന്റെ മോള് പോലും പോണ്ടില്ല, നാണേതായും ഖുർആൻ ഓതില്ല, നന്റെ മോള് ഓതില്ല. ആ അവസ്ഥ കൈത്തിക്കര്. ഇണ്ടത്തെ അബ്ബ ഉമ്മമാരെ സാഹചര്യം ಅಂತ ചൊന്നെങ്കിൽ പിന്നെ എങ്ങനെ എത്തിക്കരുത് ഞങ്ങളെ മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ മക്കളെ സംരക്ഷിക്കവും ഒരു വലിയ കാരണമായി ചൊന്നത്, ഞങ്ങൾ നല്ലനാവണം. ഓരോ അബ്ബവും ഓരോ ഉമ്മവും നല്ലന ആയി തിന്നെങ്കിൽ മാത്രമേ തിക്കര് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാരണം കൊണ്ടെത്തു അങ്ങനെ മക്കൾ അല്ലാഹു സംരക്ഷിക്കുക ചൊന്നത്. നോക്കൊരു സഹോദരന്മാരെ, എന്തേ ഞങ്ങളെ മക്കൾക്ക് എന്ത് സംഭവിച്ചിട്ട് കേട്ടെങ്കിൽ അത് എല്ലാത്തിനും ഒരു കാരണം അങ്ങനെ അബ്ബവും അങ്ങനെ ഉമ്മവുമായി തിക്കും. ഈ ചില നാൾ മുന്നോളും ഒരു ഉമ്മ വന്നിട്ട് ചൊന്നതായ ഒരു വിഷയം എന്തിനെ ചെന്നെങ്കിൽ ഞങ്ങൾ മാപ്പിള പിന്നായി ഔത്തുല് ഗലാട്ടാക്കണം, മക്കളെ എതിരിൽ ഞങ്ങൾ ഗലാട്ടാക്കണം. ഇത് കണ്ടിട്ട് നിരന്തരമായിട്ട് കണ്ട ഒരു അങ്ങനെ മോണു അവണു ഇപ്പൊ എന്താക്കിര അങ്ങ് എന്തിരെല്ലാം ലാംഗ്വേജ് യൂസ് ആക്കിക്കൊണ്ടിരുന്നാൽ എങ്ങനെ തങ്ങ ഗലാട്ടാക്കിക്കൊണ്ടിരുന്നത് അതേപോലെ എത്തിക്കര് അവണു ഉമ്മറയിലും അബ്ബർക്കും റിട്ടേൺ ജവാബ് കൊടുത്തോണ്ടുള്ളത്. ആറ് സഹോദരന്മാരെ കാരണമായി തിന്നത് ആ അബ്ബവും ആ ഉമ്മമായി തിക്കര്. അതുകൊണ്ട് തെറ്റിക്കര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നത്, മാപ്പിള പെഞ്ഞായാവുമ്പോ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവും. അത് തീർക്കണായത് മക്കളെ ജഡ്ജ്മെന്റ് എടുത്ത് തള്ള പലപ്പോഴും അങ്ങനെ എത്തിക്കര്. ജണ്ടാളും ഗലാട്ടായിട്ട് ജണ്ടാളും പൽക്ക പറഞ്ഞിട്ട് പിന്നെ ജഡ്ജ്മെന്റ് കേൾക്കരുത് മോണ്ടയിലെത്തിക്കര്, പിന്നെ ജഡ്ജ്മെന്റ് കേൾക്കരുത് മോളിലെത്തിക്കര്. ആറ് ഭാഗ സമമോന്നു നീನು ചൊല്ലു, ആറാക്കിയത് തപ്പ് മോണു സമ. ഇങ്ങനെ മക്കളെ ജഡ്ജ്മെന്റ് കേൾക്കരുത് എത്തിക്കര്. അത് എത്തിക്കര് ദീന് പഠിപ്പാട്ടിയത് നിങ്ങളെ ഗലാറ്റ അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം അത് മക്കളെ എതിരിലല്ല നിങ്ങൾ ആക്കണായത്, ബെഡ്റൂമിലെത്തിക്കര് നിങ്ങൾ ആക്കണായത്. അതുകൊണ്ട് തെറ്റിക്കര് പിർസത്തെ സഹോദരന്മാരെ,
ഞങ്ങ നല്ലങ്ങ ആയിത്തീനെങ്കിൽ ഞങ്ങളെ മക്ക നല്ലങ്ങ ആയിത്തീരാറ്. ഞങ്ങളെ മക്കൾക്ക് റോൾ മോഡൽ ആവണായത് അപ്പുറത്തെ ഔത്തര ഏതെങ്കിലും ഒരു മോനല്ല, ഏതെങ്കിലും ഒരു മോളല്ല, ഏതെങ്കിലും ഉസ്താദര മക്കളെ കാട്ടിത്തല്ല. ഞങ്ങളെ മക്കൾക്ക് റോൾ മോഡൽ കാട്ടനായത് നന്റെ മോളുകും റോൾ മോഡൽ നാണായിത്തിക്കണു, നന്റെ പെഞ്ഞായിത്തിക്കണു. അങ്ങനെ ചൊല്ലുക സാധിക്കണു. മോനെ നിന്റെ അബ്ബറെ നോക്കിയിട്ട് പടി, മോളെ നിന്റെ ഉമ്മറെ നോക്കിയിട്ട് പടി ചൊല്ലുത്തു. ഓരോ അബ്ബ ഉമ്മകും ചൊല്ലുക സാധിച്ചെങ്കിൽ അതായിത്തിക്കൊരു വലിയ വിജയ. നോക്കൊരു ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചൊന്നത് വഅ്മുർ അഹ്ലക ബിസ്സലാ വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക വൽ ആഖിബതു ലിത്തഖ്വാ. ചൊല്ലുത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നത്, നീ നിന്റെ കുടുംബത്തക്ക് നിസ്കരിക്കുക, നീ വാട്ടറാക്ക്, അതേപോലെ നീ അതില് അഥവാ നിസ്കാരത്തിൽ നല്ല സബറുള്ളവനാവൂ ചൊന്ന് തൈത്തിക്കര്. ഈ ആയത്തിൽ വിശദീകരിച്ചിട്ട് മഹാനായി ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ചൊന്നത് ഐ ഇസ്തൻകിദുഹും മിൻ അദാബില്ലാഹി ബിഇഖാമിസ്സലാ വസ്തബിർ അൻത അലാ ഫിഅലിഹാ ചൊന്ന് തൈത്തിക്കര്. നീ നിന്റെ മക്കൾക്ക് ഈ നരകത്തിൽ നിന്നുല്ലേ അല്ലാഹുവിന്റെ അദാബിൽ നിന്ന് നീ താക്കീത് കൊടു. അങ്ങനെ നീ നിസ്കരിപ്പാട്ട്, ഞങ്ങളെ നിസ്കരിപ്പാട്ട് ഇങ്ങമയ്യാവലെ വസ്തബിർ അൻത അലാ ഫിഅലിഹാ, ആ നിസ്കാരത്തില് നീനും നല്ല സ്വബറിന്നവനാവണു ചെന്നതെത്തിക്കര്. അപ്പൊ മക്കളൊട്ടിಗೆ ഖുർആൻ ഓതുക ചൊല്ലറಂಟಿ മുന്നോളൂ ഞങ്ങൈത്തിക്കണു. അത് കാട്ടിക്കൊടുക്കണായത് ഞങ്ങളെ ഔത്തുള്ള ഒരു കൾച്ചർ കൊണ്ടുവരണം. ഒരു നാളില് ഒരു തെല്ല് ടൈമു മക്കളൊട്ടിಗೆല്ലാം തെച്ചിട്ട് ഖുർആൻ ഓതുന്നതായ, ഖുർആൻ പഠിക്കുന്നതായ ഒരു സ്വഭാവ ഗുണ ഞങ്ങളെ ഔത്തുలు ഉണ്ടാവണം. അങ്ങനെ ഓരോ വിഷയത്തിലും ദീനിയായിട്ടുള്ള ഓരോ വിഷയത്തിലും അങ്ക് റോൾ മോഡൽ ആവണായത് ഞങ്ങൈത്തിക്കര്. പലപ്പോഴും അങ്ങ് കളവ് ചൊല്ലുകയും അങ്ങ് അനാവശ്യമായിട്ടുള്ളത് പലതും കാണുകയും അത് കാരണമായി തീർന്നത് പേരൻസ് ആയിത്തിക്കാറ് ചൊന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ ഇടയ്ക്ക് ഒരു കിടാവ് ഒരു സ്റ്റുഡൻറ്റ് ചൊന്നവരു അനുഭവം എന്താ ചൊന്നെങ്കിൽ ജാവുകുല്ലെ ദിക്കറെല്ലാം ദുആ എല്ലാം അവനുക്ക് പഠിപ്പാട്ടിട്ട്, മോനെ നീನು ജാവുകെല്ലാം ഉറങ്ങുമ്പോൾ നീ ഈ ദുആ എല്ലാം ചൊല്ലേന്ന് കേൾക്കുമ്പോൾ അവನು ചൊല്ലത് നന്റെ അബ്ബമേ മൊബൈൽ നോക്കി തൈത്തിക്കറ് ഉസ്താദെ ഉറങ്ങര്, പിന്നെ നാണി അവിടെ ദിക്കറ് ചൊല്ലുക ചൊന്നതൈത്തിക്കറ്. ആരൈത്തിക്കറ് കാരണക്കർത്തായിത്തീന്നത് ആര്? ഞങ്ങൾ ഓരോരുത്തരും പലപ്പോഴും ഞങ്ങളെ മക്കളെ മാത്രം എത്തിക്കറ് എല്ലാ വിഷയത്തിലും ദൂരത്. അവൻ അങ്ങനെ ആയിപ്പോയാ, അവൻ ഇങ്ങനെ ആയിപ്പോയാ, അവന് കളവ് മാത്രം ചൊല്ലത്, അവന് നേരെ ചൊല്ലില്ല. ആര്? ഞങ്ങൾത്തിക്കറതിന് കാരണമായി തിന്നത് അബ്ബ മോന്റെ എതിരിൽ തെച്ചിട്ട് മൊബൈൽ എടുത്തിട്ട് എവിടുള്ളാരെന്ന് ഒരാൾ കേട്ടെങ്കിൽ അബ്ബ ചൊല്ലത് ബന്ന ഞാൻ എത്തിയ മുട്ടവില്ലേ ചൊന്നത് എവിടെ ദയിക്കരുത് ദാ മോണ്ടൊട്ടിಗೆ സോഫത്തിൽ തെച്ചിട്ട് കളവ് ചൊല്ലുക പഠിപ്പാട്ടിയത് അബ്ബ എത്തിക്കര്, കളവ് ചൊല്ലുക പഠിപ്പാട്ടിയത് ഉമ്മ എത്തിക്കര്. നമീമത്തും ഗീബത്തും ഞങ്ങളെ മക്കളെ പഠിപ്പാട്ടി കൊടുത്തത് ഞങ്ങളെ ഉമ്മവും അപ്പവുമായിട്ടായെങ്കിൽ അതിന് ഒരു അദാബും അങ്ങനത്തെ പേരൻസിനെ കൊണ്ടു ചൊല്ലതിൽ യാതൊരു സംശയവും വേണ്ട. അവിടെ എത്തിക്കര് ഇസ്ലാം ചൊന്നത് അപ്പ ഉമ്മ സ്വാലിഹായി തീരണു, അപ്പ ഉമ്മ അങ്ക് നേരായ മാർഗ കാട്ടിക്കൊടുത്തിറങ്ങാവണു. ഇണ്ട് നോക്കൊരു SLC കഴിഞ്ഞിട്ടായെങ്കിൽ ഏത് കോഴ്സ് വേണമോ എനിക്ക് ഏത് വേണം, ഏതൊരു അപ്പം ദീന് പഠിയിട്ട് പോലും ബെർദിക്ക് പോലും ചൊല്ലില്ല. കാരണം ഞങ്ങൾ വിചാരിച്ചത് ദീന് പഠിച്ചിട്ടായെങ്കിൽ കാല് വാള് ചൊല്ലതായ അല്ലെങ്കിൽ മദ്രസ എടുക്കുന്നതായ ഉസ്താദ്മാരായി തീരാറും ചെന്നതൈത്തിക്കര്. വെറും ഒരു വ്യാമോഹം മാത്രം അല്ലെങ്കിൽ ഒരു ബെർദികുള്ള ഒരു ഫൽക്ക മാത്രം എത്തിക്കര്. നോക്കൊരു അൽ ബയാൻ അറബിക് കോളേജ് കർണാടക സലഫി അസോസിയേഷന്റെ അണ്ടറിലുള്ളതായ അൽ ബയാൻ അറബിക് കോളേജ്, അവിടെ മക്കൾക്ക് ദീനൊട്ടിಗೆ ദുനിയാവും പഠിപ്പാട്ടാർ. എവിടത്തോളം ചെന്നെങ്കിൽ കഴിഞ്ഞ സെക്കൻഡ് PUC റിസൾട്ട് വന്നപ്പോ വേറെ പല സ്കൂളിനെ കാട്ടിയും ടോപ്പിൽ ഞങ്ങളെ മക്ക എത്തിപ്പെടുക. കാരണം ഞങ്ങളെ ഉള്ള ആത്മാർത്ഥമായിട്ടുള്ള അവിടെ പഠിപ്പാട്ടതായ ഉസ്താദ്മാരും സാറുമാരും കഠിനമായിട്ടുള്ള പരിശ്രമത്തിക്കാർ. എന്റെ ഞങ്ങളെ മക്കൾക്ക് ദീന് പഠിപ്പാട്ടെങ്കിൽ ദീന് പഠിപ്പാട്ടതായ റൂട്ടിൽ ഞങ്ങളെ മക്കൾക്ക് കടത്തെങ്കിൽ എന്ത് സംഭവിക്കുക പോണ്ടു? ഒന്നും സംഭവിക്കുക പോണ്ടില്ല. ഞങ്ങൾ എഞ്ചിനീയർ ആക്കണോ, ഡോക്ടർ ആക്കണോ, ഇതേതും വേണ്ടാത്തല്ല ഞാൻ ചൊന്ന ഉദ്ദേശ. ബദലായിട്ട് അതിന്റെ ബാക്കിൽ മാത്രം പോയിട്ട് മക്കൾക്ക് മയ്യത്തിന് നിസ്കാരത്തെ ദുആ പോലും അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു ചൊന്നിട്ടു ഞങ്ങൾ മരിച്ച് കടന്നിട്ടായെങ്കിൽ വെൽത്തെ തുണിയിൽ 3 കണ്ട തുണിയിൽ ഞങ്ങളെ പൊതിഞ്ഞ് കടന്നിട്ടായെങ്കിൽ ദ്വാർക്കുക പോലും ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു സ്വാലിഹായ മക്ക ഇല്ല ഇട്ടിന്നെങ്കിൽ എന്ത് പഠിപ്പാട്ടിത്തും എന്ത് കാര്യ. അതുകൊണ്ട് തുപ്പിരിസത്തെ ഉമ്മമാരെ, സഹോദരന്മാരെ, അപ്പമാരെ, ഞങ്ങളെ മക്കളെ ദീന് പഠിക്കട്ടെങ്ങ. ദീനിയായിട്ടുള്ള ഞാൻ നിങ്ങൾക്ക് ചൊന്നല്ലേ ഇണ്ട് സ്വബൈക്ക് നടന്നതായ കോൺഫറൻസിൽ മക്ക എഴുതി തന്ന ക്വസ്റ്റ്യൻ അത് കേവലം ഓതിങ്ങമയ്യാവും. അങ്ങ് എത്ര ഡേഞ്ചറായ ഒരു അവസ്ഥയിലുള്ളാർ ഞങ്ങൾ വിചാരിച്ചതിനെ കാട്ടിയും എത്രമാ അപ്പറ അങ്ങ് എത്തിപ്പെട്ടാറ്.
ഞങ്ങളെ ഓരോ അബ്ബ ഉമ്മമാരും പേടിക്കണായിരിക്കര്. നന്റെ മോളു അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പലപ്പോഴും എന്തേ ചൊന്നെങ്കിൽ ഞങ്ങൾക്കൊരു ഒരു സമാധാനം. നന്റെ മോളു നല്ലോളു അവനെന്തും അതില്ല, അവനെന്തും അങ്ങനെ ഇക്കലെ ചൊന്നതൈത്തിക്കര്. അങ്ങനത്തെ മക്കൈത്തിക്കര് ഇന്റെ കൂടെ വന്ന് തെച്ചിട്ട് എൽജിയതിൽ ഉള്ളത്. അതുകൊണ്ടു മക്കൾ ഒരേ ഒരു പേടി ഐത്തിക്കര് അങ്ങേറ്റ് കൊടുക്കണായത്. അബ്ബ അടിക്കര്, ഉമ്മ അടിക്കര്, അബ്ബ ചോറാക്കര്, ഉമ്മ ചോറാക്കര് ചെന്നതല്ല, മറിച്ചിട്ട് റഹ്മാനായ റബ്ബിനെ പേടി. ഏത് ക്യാമ്പസിൽ പോയെങ്കിലും ആ മക്കൾക്ക് അള്ളാഹുറെ പേടിക്കണു. ഏത് സ്കൂളിൽ പോയി തങ്ങ പഠിക്കണുണ്ടായെങ്കിലും അള്ളാഹുറെ പേടിക്കണു. ഇണ്ട് ഞങ്ങളെ മക്കൾക്ക് ദീന പഠിപ്പാട്ടത്തിൽ ഞങ്ങൾ ചുമ്മ പെറവും. എങ്ങനെ പല ഉദാഹരണം ചൊല്ല. സ്കൂളിൽ എക്സാം ഇന്നുണ്ടായെങ്കിൽ മക്കളെ പിന്നെ ഞങ്ങൾ ദർശക കടത്തില്ല, മദ്രസത്തിന് കടത്തില്ല. എന്ത് അവനിക്ക് എക്സാം ഇന്ന് ഏതെങ്കിലും ഒരു ദാവത്തിന്നെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗെറ്റ് ടുഗെദർ ഇന്നെങ്കിൽ അതിന് ഞങ്ങൾ കൂട്ടിയാൻ പോയെങ്കിൽ പിന്നെ അണ്ടത്തെ ഒരു നാൾ അവനക്ക് മദ്രസ ഇല്ല, 2 നാൾ മദ്രസ ഇല്ല. എന്തെല്ലാം ബറാത്തത് എന്ന് കേട്ടെങ്കിൽ ചൊല്ற ഉത്തര ഗെറ്റ് ടുഗെദർ ಇಂತ ഉസ്താദ് അല്ലെങ്കിൽ അങ്ങനെ ಇಂತ മങ്ങിയില ಇಂತ ചൊന്നിത്തു. ആരായിത്തിക്കാറ് ഈ ബാഡ് ഹാബിറ്റ് മക്കൾക്ക് പഠിപ്പാട്ടിയത്? എന്തേ മങ്ങിയില ഇന്നെങ്കിൽ ഖുർആൻ ഓതണ്ടേ, മങ്ങിയില ഇന്നെങ്കിൽ ദീന് പഠിക്കണ്ടേ, ഗെറ്റ് ടുഗെദർ ഇന്നെങ്കിൽ ദീന് പഠിക്കണ്ടേ. ഇങ്ങനെ പല കാരണവും ഞങ്ങൾക്ക് ചൊല്ലുക സാധിക്കും സഹോദരന്മാരെ. അത് മാത്രല്ല ഇണ്ട് ഗെറ്റ് ടുഗെദർ ചൊന്നിത്തു ഫാമിലി നടക്കുന്നതായ ഗെറ്റ് ടുഗെദർ എടുത്തിട്ട് നോക്കിയെങ്കിൽ അത് എല്ലാം ഒരു തെരുവാക്കി കൊടുക്കുന്നതും അബ്ബ ഉമ്മമാരായിത്തിക്കാർ. എന്തുമാവ അതിൽ ചില ന്യായം വയ്ക്കരെ കസിനല്ലേ അവരത്തൊന്നും കവറാക്കാട്ടെ ജാവു ഉറങ്ങുമ്പോ ബെഡ്റൂമിൽ ഇടനായ ഡ്രസ് ഇട്ടിട്ട് ദാ എതിരിൽ നിന്നിട്ടായെങ്കിൽ എന്തെന്ന് കേട്ടെങ്കിൽ ചൊല്றது അതങ്ങ് കസിൻസ് അങ്ങത് കസിൻസ് ആയിത്തിക്കാറ്. വലിയ വിഷയമേ അല്ല ഉണ്ട്. ആരിതിക്ക് കാരണമായി തീന്നത്, ആരിതിക്ക് പെർമിഷൻ കൊടുത്തത്? ഇസ്ലാമിന്റെ വിഷയത്തിൽ കൃത്യമായി തന്നെ നിലപാടുണ്ട്. എങ്ങനെയൊക്കെ ഒരു പെണ്ണിന്റെ ഡ്രസ്സ് ഉമ്മ ചന്തത്തെ ഹിജാബ് ഇട്ടിട്ട് നല്ല ഡ്രസ് ഇട്ടിട്ട് പോണ്ടു ആയെങ്ക ഒട്ടിക നടക്കുന്നതായ മോളുക്ക് ഹിജാബില്ല, മോളുക്ക് ദീനിയായിട്ടില്ലേ, ഡ്രസ്സ് വേണ്ട. എന്തേ അങ്ങനെ സംഭവിച്ചത്? എല്ലാം ആയി പോയിട്ടായി പിന്നെ ലാസ്റ്റ് ഞങ്ങൾ ചൊല്ற ഒരു പൽക്കൊണ്ടു എന്താക്കര് ഇപ്പൊ അങ്ങനെല്ലാം ആയിട്ടല്ലേ എന്നിട്ട് ഞങ്ങൾ തെളിയിലും എടുക്കറ. നോഹ് നബിയുടെ മോണു അങ്ങനല്ലേ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നബിമാരെ പേരെടുത്തത് ചൊല്ற അങ്ങും അങ്ങനല്ലേ ചൊന്നിത്തു. ഞങ്ങൾ കണ്ടെത്തര ന്യായ ദൈത്തിക്കര്. അതുകൊണ്ടു സഹോദരന്മാരെ ഒരേ ഒരു മാർഗത്തിക്കർ ഉള്ളത് ഞങ്ങൾ സ്വാലിഹിങ് ആവണു, ഞങ്ങൾ നല്ലങ്ങാവണു. ഞങ്ങളെ പൽക്കത്തിലും ഞങ്ങളെ സ്വഭാവത്തിലും ഞങ്ങളെ നടത്തത്തിലും എന്തിനാറ് കൊറടി ഉണ്ടാ അതെല്ലാം സമാക്കിത്ത് നല്ല സ്വാലിഹിങ്ങായി തീരകു വേണ്ടത് കഠിനമായിട്ട് ഞങ്ങൾ അധ്വാനിക്കണം. അതിനെ കാട്ടി പ്രാമുഖ്യത്തെ ഉള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലയൊട്ടിಗೆ നിരന്തരമായിട്ട് ഞങ്ങൾ ദുആർക്കണം. അള്ളാഹുവേ നന്റെ മോനെ നീನು സ്വാലിഹാക്കി തീർക്ക് റബ്ബേ, അവനുക്ക് റബ്ബരെ പേടി ഉള്ളതായ നിന്റെ പേടി ഉള്ളതായ ഒരു മോണാക്കി തീർക്ക് റബ്ബേ ചൊന്നിത്തു. സ്വാലിഹായ ഒരു മോണ്ടെ നീನು നക്ക് തന്നേറ് ചൊന്നിത്തു. നബിമാർ ദുആർന്നത് പോലെ ഞങ്ങൾക്ക് കിട്ടിയതായ മക്കൾക്ക് അള്ളാഹുവെ നീನು സ്വലാഹിയത്ത് ഇട്ടുകൊടു ചൊന്നിത്തു. ദുആർക്കറങ്ങ ആവണു. അത് ഞങ്ങളെ മനസ്സിൽ നിരന്തരമായിട്ട് ഉണ്ടാവണം. ನಾನು ನನ್ನ ಪಲ್ಕത്തെ ನಿಪಾಟ್ರ ಈ ഒരു സന്ദർഭത്തിൽ നിങ്ങളെല്ലാവരൊട്ടികം ആവശ്യപ്പെടുന്നത് ನಾನು ചൊന്നല്ലേ ഇണ്ട് സഭയിക്ക് ഒലിമ്പ ഗಂಟೆಗೆ തുടങ്ങിയ പ്രോഗ്രാം ദാ ഇൻഷാ അല്ലാഹ് ഒലിമ്പരത്തോട് കൂടിയിട്ട് ഇവിടെ ഉണ്ടാവുക പോണ്ടും. ഈ ഒരു പ്രോഗ്രാം ചൊന്നെങ്കിൽ നിരന്തരമായിട്ട് കഴിഞ്ഞ ഒരു 1.5 തിങ്കളത്തെ പിന്നെ ഉള്ളേ കഠിന അധ്വാനത്തിക്കര് ഇണ്ട് മക്കള സഭ കൂടെ കൂടിയതിരെ ബാക്കിൽ ഉള്ളത് വലിയ ഒരു ಖರ್ಚೈತಿക്കര് ഈ ഒരു പ്രോഗ്രാമുക്ക് വന്നത്. വേറെ ഒരു ഉദ്ദേശവും ഇല്ല സഹോദരന്മാരെ. അത് ഖണ്ഡിതമായിട്ടും ആത്മാർത്ഥമായിട്ടും എത്തിക്കര് ചൊല്றது ഒരു ഉദ്ദേശവും ഇല്ല. മാത്ര ഈ പ്രോഗ്രാം തിന്നിട്ട് ഈ ഹാളിൽ നിന്നിട്ട് ഞങ്ങൾ പുറത്തു പോകുമ്പോ ഇതിനെ ഓർഗനൈസ് ആക്കി പുറത്തു പോകുമ്പോ അങ്ക് 1 രൂപ പോലും കടയില്ലാട്ടിക്കൂ. ആ ജവാബ്ദാരി ഞങ്ങൾ എല്ലാവരും ഏറ്റെടുക്കണം. ആരും ബേജാറാവണ്ട. നന്റെ കയ്യിൽ എത്ര ഉണ്ട്, നക്ക് എത്ര ಖರ್ಚಾಕ ചൊന്നിത്തു നങ്ക് ഗൊಂತುണ്ടല്ലേ ഇത് അള്ളാഹുರ ദീനിര മാർഗത്തിൽ ಖರ್ಚಾಕೃದೈತಿക്കര്. എന്ത് കൊടുത്തിനും കൊറോടി ആവല എന്ത്ര ഞങ്ങളേലുണ്ട് അത് ಖಂಡಿತമായിട്ട് ഞങ്ങൾ കൊടുക്കണം. നാളെ മീസാനില് അതൈത്തിക്കര് ഞങ്ങൾക്ക് ദിന്ന തൂങ്ങരുത് കൊടുക്കൊരു അള്ളാഹുര മാർഗത്തിൽ കൊടുത്തേണ്ടായെങ്കിൽ അള്ളാഹു ഇത് ಯಾರಕ್ಕೆ ತಂದೆ ചൊന്നിത്തു അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പാട്ട. അതുകൊണ്ടു നന്റെ സഹോദരിമാരൊട്ടിക്കും ഉമ്മമാരൊട്ടിക്കും എല്ലാരൊട്ടിക്കും മുല്ലേ ഒരു മനസ്സറിഞ്ഞിട്ടുള്ള ഒരു റിക്വസ്റ്റ്. ഇൻഷാ അല്ലാഹ് നിങ്ങളെ കയ്യിൽ യന്ത്രമുണ്ട അത് നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമുക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കൊടുക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും ഉള്ളതായ ഖൈറും ബറക്കത്തും ഞങ്ങളെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇട്ട് തരട്ടെ. ഞങ്ങളെ സമ്പത്തിൽ അള്ളാഹു ഖൈറും ബറക്കത്തും ഉണ്ടാക്കി തരട്ടെ. ഞങ്ങളെ മക്കളെയും ഞങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ജന്നാത്തുൽ ഫിർദൗസിൽ ചേർപ്പാട്ടട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം
അലാ നബിയിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.